നമസ്കാരം. അഖിൽസ് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിരുവോണമാണ്, മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസം. ഈ തിരുവോണ ദിനത്തിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളാണ്, തിരുവോണ ദിവസത്തിലെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് എൻ്റെ ഈ വ്ളോഗിലൂടെ കാട്ടിത്തരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആദ്യം മുതൽ ഈ വ്ളോഗ് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. ഹായ് ഗൈസ്, തിരുവോണ ദിവസമായിട്ട് അമ്പലത്തിൽ വന്നിരിക്കുന്നതാണ്. വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രമാണിത്. കൈനിക്കരക്കാവ് ഭദ്രകാളി ക്ഷേത്രം. തിരുവോണ ദിവസമായ ഇന്ന് നല്ല മഴയാണ്. നിങ്ങളുടെ അങ്ങോട്ടൊക്കെ മഴയുണ്ടോ? ഈ റോഡ് എടുക്കുമ്പോഴൊക്കെ നല്ല മഴയാണ്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹായ് ഗൈസ്, എല്ലാവർക്കും തിരുവോണാശംസകൾ. ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഏവർക്കും തിരുവോണാശംസകൾ. തിരുവോണ ദിനത്തിൽ ഇങ്ങനെയുള്ള ചില വീഡിയോകൾ കാണുന്നത് മനസ്സിന് സന്തോഷമാണ്, അതുകൊണ്ടാണ് എടുത്തത്. മുളകൊന്നും കിട്ടൂല, കുഞ്ഞിടല്ലേ. പപ്പടം, ഓണസദ്യ, കത്തി വന്നേടാ ഇല കീർത്ത തിരിച്ചിട്ട് ദൂരോ ഉള്ള അന്നത്ര ഇല്ലായിരുന്നല്ലോ. ഇതിപ്പോ എവിടെയോ ചോറുണ്ടോ? പായസം, എല്ലായുടെ അക്കൗണ്ടില്ലേ? പഴം, ഇത് കായവറുത്ത്, ഇത് പച്ചടി, ഇത് ഇഞ്ചി, ഇതെന്നാ ഇത് രസമല്ലേ ചേച്ചി? ഇത് രസം, ഇത് സാമ്പാർ, ഇതെന്നാ ഇത് കൂട്ടുകറിയല്ലേ? ഇത് പായസം, ഇത് പരിപ്പ്, ഇത് അച്ചാറ്, രണ്ടച്ചാറ്, ഇതെന്നാ ഇത് മോര്, ഇത് പായസം, സേമിയ, ഇത് അവിയൽ,
അതിന് പൈസ ഇല്ലായിരുന്ന വിത്ത് പഴം കറിയും ഇതല്ലേ പപ്പടല്ലേ കുഞ്ഞിന് പൈസ ചെയ് അടിപൊളി ഓണസദ്യ. ഇത് രസം. ആ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ കീഴത്തിനടുത്ത് MC റോഡിൻ്റെ സൈഡിൽ ഒരു സൂര്യകാന്തിത്തോട്ടം പുതിയതായിട്ട് ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കേട്ടു. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി പോയി. അത് നല്ല ഭംഗിയായിരുന്നു. പക്ഷേ സൂര്യകാന്തി പൂക്കൾ കാണേണ്ടത് രാവിലെയാണ്. അത് ഉച്ച കഴിഞ്ഞാൽ അവസാനം കൂമ്പിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ചില വീഡിയോസാണ് ഞാൻ എടുത്തോളൂ. ഈ കാണുന്നതാണ് സൂര്യകാന്തി പൂക്കൾ. ഇതിങ്ങനെ MC റോഡ് കീഴത്തിൻ്റെ സൈഡിലായിട്ടാണ് ഈ പൂക്കൾ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. ജമന്തി പൂക്കളും ഉണ്ട്. പക്ഷേ ഓണം എത്തുന്നതോടുകൂടി ഇത് പൂത്ത് വരുന്നതിന് പകരം ഓണം പകുതിയായപ്പോഴാണ് പൂത്തത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് സ്റ്റാച്ചുകൾ. ഇതും MC റോഡിൻ്റെ സൈഡിലൂടെ വെച്ചിട്ടുള്ളതാണ്. ആനയുടെയും കാട്ടുപോത്തിൻ്റെയും സ്റ്റാച്ചുകൾ ഇവിടെ കാണാൻ സാധിക്കും. വളരെ ഭംഗിയുള്ളതാണിത്. ഇതാണ് പള്ളിച്ചിറങ്ങര, അതായത് പള്ളിച്ചിറങ്ങര എന്നാണ് ഈ സ്ഥലപ്പേര്. ഇവിടെ എല്ലാ വർഷവും ഈ ചിറയ്ക്ക് കുറുകെ ഇവിടുത്തെ ഒരു ക്ലബ്ബുകാർ നടത്തുന്ന വടത്തിൽ തൂങ്ങൽ മത്സരമാണ് നിങ്ങൾ ഈ കാണുന്നത്. എല്ലാ വർഷവും ഉണ്ട്. ഓണത്തിൻ്റെ തിരുവോണത്തിൻ്റെ അന്ന് വൈകുന്നേരം അല്ല ഉച്ച കഴിഞ്ഞ് ഈ വടത്തിൽ തൂങ്ങൽ മത്സരം. ഇത് വടത്തിൽ തൂങ്ങി അപ്പുറം ഈ ചിറ കുറുകെ അപ്പുറം ചെല്ലുന്ന ആൾക്ക് 5001 രൂപയാണ് എന്നാണ് അതിൻ്റെ ഓർമ്മ. 5001 രൂപ സമ്മാനം കിട്ടും. എല്ലാ വർഷവും നടത്തി വരുന്ന ഒരു കലാപരിപാടിയാണ്. ഓണത്തിന് അന്ന് വൈകുന്നേരം വടത്തിൽ തൂങ്ങൽ എന്ന് പറയുന്ന ഈ ഒരു ഉദ്യമം. ഇവിടെയുള്ള ചെറുപ്പക്കാരും മറ്റുമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഈ വടത്തിൽ തൂങ്ങിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നത്. അവർക്കിതൊരു കായിക അഭ്യാസമായതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റാണ് അവർക്കിത് വടത്തിൽ തൂങ്ങുന്നത്. ഈ വടത്തിൽ തൂങ്ങി പകുതി ചെല്ലുമ്പോഴേക്കും ഈ കൈ കഴക്കുകയും ആ വെള്ളത്തിലേക്ക് ഇവർ ചാടുകയും ചെയ്യും. അപ്പോൾ ആ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഇതിങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയില്ല. കാരണം കയ്യിൽ വെയിറ്റ് കാരണം ഇങ്ങനെ നമുക്ക് ആ വടത്തിൽ നിന്ന് താഴോട്ട് വരും. JCBയുടെ കൈകളിലാണ് ഈ വടം ടൈറ്റാക്കുന്നത്. അപ്പുറത്തൊരു മരത്തിലേക്ക് കെട്ടിയിട്ട് ഇവിടെ JCBയുടെ കൈകളിലാണ് ടൈറ്റായിട്ട് നിർത്തിയിരിക്കുന്നത്. കാരണം ഈ JCBയുടെ കൈകൾ നമുക്ക് ആവശ്യാനുസരണം വടത്തിന് ടൈറ്റ് നൽകാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് പണ്ടൊക്കെ മരത്തിലായിരുന്നു. ഇപ്പോൾ ഇത് JCBയുടെ കൈകളിലാണ് ഈ പ്രാവശ്യം ഇവിടെ കെട്ടിയിരിക്കുന്നത്. ഇതൊരു ഭയങ്കരം ചിറയാണ്. MC റോഡ് വഴി പോകുന്ന ആൾക്കാർക്ക് ഈ ചിറ കാണാവുന്നതാണ്. കാരണം MC റോഡ് പള്ളിച്ചിറങ്ങര എത്തുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു വലിയ ചിറ ഇവിടെ കാണാം. ആ ചിറയുടെ കരയിലാണ് ഈ പരിപാടി നടക്കുന്നത്. എല്ലാ കൊല്ലം ഓണത്തിനും ഈ പ്രോഗ്രാം ഇവരിവിടെ നടത്തുന്നുണ്ട്. ഈ കൊല്ലം ഞാൻ ഇതിലൂടെ വന്നപ്പോൾ കണ്ടതാണ് ഓണത്തിൻ്റെ ആ ഒരു കായികാഭ്യാസം. നമ്മുടെ നാട്ടിലെ ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നില്ല എങ്കിലും അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഏറ്റവും കൂടുതലായിട്ട് പങ്കെടുക്കുന്നത്. ഇതൊരു ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് പകർത്തിയത്. ഐതിഹാസികമായ മത്സരം തുടരുകയാണ്. എല്ലാവരും കൈയടിച്ച് ഹലോ ആഘോഷ പരിപാടികൾക്ക് സമാപനം കുറിച്ചുകൊണ്ടുള്ള ഐതിഹാസികമായ വടത്തിൽ തൂങ്ങൽ മത്സരം തുടരുകയാണ്. ചെസ് നമ്പർ 3 രാഹുൽ ആസ. വെളിക്കാപ്പള്ളിയിലെ ഇൻസൈറ്റ് മോട്ടോഴ്സ് സമ്മാനിക്കുന്ന
10,100 രൂപ ക്യാഷ് അവാർഡിനും പള്ളിച്ചരങ്ങരയിലെ ബ്രിഗേഡ്സ് മാർബിൾസ് സമ്മാനിക്കുന്ന 5,100 രൂപ ക്യാഷ് അവാർഡിനും രാഹുൽ ആസാം ചെസ് നമ്പർ 3 രാഹുൽ ആസാം രാഹുൽ ആസാം റഫിലൂടെ രാഹുൽ ആസാം രാഹുൽ ആസാം രാഹുൽ കൊല്ലത്തിൽ ഈ വടത്തിൽ തൂങ്ങൽ മത്സരമൊക്കെ കണ്ടതിന് ശേഷം ഞാൻ നേരെ മൂവാറ്റുപുഴയ്ക്ക് വന്നു. മൂവാറ്റുപുഴ ഒരു കൂട്ടുകാരനെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ മൂവാറ്റുപുഴ വന്നു കഴിയുമ്പോഴാണ് ഈ മൂവാറ്റുപുഴ ആറ്റിലെ ജലനിരപ്പ് ഉയർന്നു കിടക്കുന്നത് കാണുന്നത്. കാരണം മൂവാറ്റുപുഴ വാക്ക് വേ ആണ് നിങ്ങൾ കാണുന്നത്. ജലനിരപ്പ് ഏകദേശം വാക്ക് ഒപ്പം വന്നിട്ടുണ്ട്. കാരണം ഈ 2 ദിവസത്തെ ശക്തമായ മഴ ജലനിരപ്പ് ഉയരാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇത് തിരുവോണ ദിവസമായതുകൊണ്ട് രാവിലെ മഴ ഉണ്ടാകുന്നെങ്കിലും ഉച്ച കഴിഞ്ഞിട്ട് മഴ വന്നുള്ളൂ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു ആശ്ചര്യം തോന്നി. കാരണം ഇങ്ങനെ ഒരു ദൃശ്യം കാണിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് കാണിച്ചത്. അപ്പോൾ എൻ്റെ ഈ തിരുവോണ ദിവസത്തിലെ എൻ്റെ ഒരു ഡേ ബൈ ലൈഫ് ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ യാത്രയുടെയും ഇതിൻ്റെ എല്ലാമായിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ.